എൻ്റെ പേര് കൃഷ്ണരാജ്. അപ്പോൾ മലയാളികളെല്ലാം സ്ഥിരമായിട്ട് പോകുന്ന തായ്ലാൻഡിൻ്റെ കുറച്ച് ട്രാവൽ ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. തായ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലയാളികൾ പോയിട്ടുള്ളൊരു സ്ഥലമാണ് തായ്ലാൻഡ്. അതുകൊണ്ട് അത്രയ്ക്ക് എന്താ പറയുക, അധികം അറിയപ്പെടാത്തൊരു കൺട്രിയും കാര്യങ്ങളൊന്നും അല്ല. കൂടുതലും ഗൾഫിൽ വരുന്നതിനേക്കാളും ആൾക്കാർ കൂടുതൽ തായ്ലാൻഡിലേക്കാണ് ടൂറിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. അപ്പോൾ തായ്ലൻഡ് ഞാൻ കണ്ടുപിടിച്ചതിൽ കുറച്ച് ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഞാൻ നടത്തിയ ട്രാവലിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറഞ്ഞു തരുന്നതാണ്. ഫസ്റ്റ് പറയുന്നത് തായ്ലാൻഡിലേക്കുള്ള വിസയെ പറ്റിയാണ്. വിസ എന്ന് പറയുന്ന ഓണറബിൾ വിസയാണ് ഇന്ത്യൻ പാസ്പോർട്ടിന് തായ്ലാൻഡ് നമുക്ക് തരുന്നത്. ഒരു 2000 ബാത്താണ് അവർ വിസയ്ക്കായിട്ട് നമ്മുടെ നിന്ന് ചാർജ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ അത് 1000 ബാത്തിനെ കൊടുക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അവർ ഓഫർ ഇടുന്ന സമയങ്ങളുണ്ട്. ഫ്രീ ആയിട്ടും അവർ വിസ കൊടുക്കുന്ന സമയങ്ങളുണ്ട്. ഞാൻ പോയ സമയത്ത് എനിക്ക് ഫ്രീ ആയിരുന്നു വിസയ്ക്ക് ഞാൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിസയ്ക്ക് അവർ കുറച്ച് ക്രൈറ്റീരിയ വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഓൺ ഡ്രൈവിൽ പോകുമ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഫോട്ടോ അവിടെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിനൊന്നും മുതിരാതെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ഹാർഡ് കോപ്പി ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പ്ലസ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കാം. പക്ഷേ അവർ ചോദിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഹോട്ടൽ കൺഫർമേഷൻസ് അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ വെക്കണം. പിന്നെ അവർ പറയുന്നത് ഒരു പെർ പേഴ്സൺ ആണെങ്കിൽ 10,000 ബാത്ത് 10,000 ബാത്ത് നമ്മുടെ കയ്യിൽ ഷോ മണിയും കൂടി കാണിക്കണം. ഫാമിലി ആണെങ്കിൽ 20,000 ബാത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്നാണ് അവരുടെ റൂള്. അത് ചില സമയത്ത് നിങ്ങളോട് ഷോ മണി കാണിക്കാൻ പറഞ്ഞു എന്ന് വരത്തില്ല. ചില സമയത്ത് അവർ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തു എന്ന് വരത്തില്ല, ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലൊരു 10,000 ബാത്തിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡോളേഴ്സ് നിങ്ങൾ കയ്യിൽ വയ്ക്കുക, അല്ലെങ്കിൽ 10,000 ബാത്ത് തന്നെ ആയിട്ട് നിങ്ങൾ കയ്യിൽ വയ്ക്കുക. എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണി ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷേ ഈ മണി ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് വിസ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഷോ മണി നിങ്ങൾക്ക് കാണിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തായ് ബാത്ത് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നഷ്ടമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോളറിൽ കൺവേർട്ട് ചെയ്യാം. ഡോളറും ആക്സെപ്റ്റബിൾ ആണ്. ഡോളർ എല്ലായിടത്തും ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഡോളർ കാണിച്ചിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങിയ ആ ഡോളർ നിങ്ങൾക്ക് തായ് ബാത്തിലേക്ക് മാറ്റുകയും ചെയ്യാം. ഇതാണ് വിസയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് എയർലൈൻസ് ആണ്. അപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്ന ഒരാളാണെങ്കിൽ എയർ ഏഷ്യ തന്നെ പോകും. എയർ ഏഷ്യ തന്നെ പോകുമ്പോൾ എന്ന് വെച്ചാൽ 2 എയർപോർട്ടാണ് നമ്മുടെ മെയിനായിട്ട് ബാങ്കോക്കിൽ വരുന്നത്. ഒന്ന് BMK, ഒന്ന് DMK. സുവർണഭൂമി ഡോൺ മോങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എയർപോർട്ടുമാണ് വരുന്നത്. അപ്പോൾ ഈ 2 എയർപോർട്ടിലേക്കും എന്നുള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്താണ് ഈ 2 എയർപോർട്ടും. പക്ഷേ രണ്ടും സെപ്പറേറ്റ് എയർപോർട്ടാണ്. ഒരു ലിങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല, സെപ്പറേറ്റ് എയർപോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇൻഡിഗോയിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കയറി പോകാം. അതായത് ബാംഗ്ലൂരിൽ നിന്നും അതേപോലെ ബോംബെയിൽ നിന്നൊക്കെ ഇൻഡിഗോ സർവീസ് ചെയ്യുന്നുണ്ട്. അത് ബാങ്കോക്കിലേക്കും ഉണ്ട്, ഫുക്കറ്റിലേക്കും ഉണ്ട്. പക്ഷേ ബാങ്കോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ BMK എന്ന് പറഞ്ഞ എയർപോർട്ടിൽ, സുവർണഭൂമി എയർപോർട്ടിലാണ് നിങ്ങൾ വന്നിറങ്ങുക. പക്ഷേ കൊച്ചിയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് എയർ ഏഷ്യ ആയതുകൊണ്ട് നേരെ DMKയിലാണ് അത് വന്നിറങ്ങാം. ഈ DMKയും BMKയും ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. BMKയിലാണെങ്കിൽ നിങ്ങൾക്ക് മെട്രോ ലിങ്ക് BMKയിലുണ്ട്. DMKയിലാണെങ്കിൽ മെട്രോ ലിങ്ക് ഇല്ല. നിങ്ങൾ ബസ് പിടിച്ച്, അവിടെ ബസ്സുണ്ട്, ബസ് ഷട്ടിലുണ്ട്, ബസ് പിടിച്ച് നിങ്ങൾ മെട്രോൻ്റെ സിറ്റിയുടെ ഉള്ളിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് മെട്രോ നിങ്ങൾ കയറി പോകേണ്ടി വരും. ഇൻ കേസ് നിങ്ങൾ മെട്രോ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ. ടാക്സി ആണെങ്കിൽ 2 എയർപോർട്ടും ഒരേപോലെയാണ്. ഞാൻ ഈ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലവ് കുറച്ചുള്ള രീതിയിലുള്ള ഒരു ടിപ്പ് ആയതുകൊണ്ട് മാക്സിമം നമ്മൾ എവിടെയാണ് ചിലവ് കുറയ്ക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ മെട്രോ ലിങ്ക് എടുത്ത് പറയാനുള്ള കാരണം ഞാൻ കൂടുതലും മെട്രോ ഉണ്ടെങ്കിൽ മെട്രോ ആണ് ചൂസ് ചെയ്യാം. ചെറിയ പൈസയ്ക്ക് നമുക്ക് നമ്മുടെ ഹോട്ടൽ മെട്രോൻ്റെ അടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ മെട്രോ കൂടെ കയറിയിട്ട് നമുക്ക് നമ്മുടെ എയർപോർട്ടിലെത്താം. ഞാൻ മക്കാസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ ആണ് ഞാൻ എൻ്റെ ഹോട്ടൽ ബാങ്കോക്കിൽ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനും ഇതേപോലെ ബാങ്കോക്ക് എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ BMKയിലാണ് വന്നത്. BMKയിൽ നിന്ന് മെട്രോ പിടിച്ചിട്ടാണ് ഞാൻ മക്കാസൻ ഏരിയയിലേക്ക് ഞാൻ പോയത്. അപ്പോൾ അതാണ് ഞാൻ ഈ മെട്രോ ലിങ്ക് പറയാനുണ്ടായ ഒരു നാട്ടിൽ നിന്നുള്ള എയർലൈൻസ് എയർ ഏഷ്യ കൂടാതെ നമുക്ക് ഇൻഡിഗോ ഉണ്ട്. അതേപോലെ ശ്രീലങ്കൻ എയർലൈൻസിലേക്ക് ഇറങ്ങി വരാം. നിങ്ങൾക്ക് സ്കൂട്ട് എയർലൈൻസിലും വരാം, സിൽക്ക് എയറിൽ വരാം. ഇതേപോലെ ഇൻഡിഗോ എടുത്തിട്ട് ബാംഗ്ലൂർ ത്രൂ നിങ്ങൾക്ക് വരാം. ഇതേപോലെ പല എയർലൈൻസും നാട്ടിൽ നിന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ
നേരിട്ട് വരാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് എയർലൈൻസിൽ പോയാലും ഇപ്പോൾ മലേഷ്യൻ എയർലൈൻസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലേഷ്യ ത്രൂ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 45 മിനിറ്റ്സ് എക്സ്ട്രാ ട്രാവലിങ്ങിന് വേണ്ടി നിങ്ങൾ മലേഷ്യയിൽ 4-5 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ എത്തി അടുത്ത ഫ്ലൈറ്റിനുള്ള സമയവും ഇറങ്ങി കയറലൊക്കെ ഒരു നഷ്ടമാണ്. അടുത്ത യാത്ര എന്ന് പറയുന്ന ഒരു 45 മിനിറ്റ്സിൻ്റെ യാത്ര മലേഷ്യ ടു തായ്ലാൻഡ്. അപ്പോൾ അത് കൂടുതലും നിങ്ങൾക്ക് നേരിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയലാഭം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ നെക്സ്റ്റ് ഡേ തൊട്ടുള്ള നിങ്ങളുടെ ടൂറിന് അത് ബാധിക്കില്ല. കൂടുതൽ കറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ഷീണം കാര്യങ്ങളൊക്കെ വരും. റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഡയറക്റ്റ് പോകുന്ന വലിയ റേറ്റ് വരുന്നില്ല, ബഡ്ജറ്റ് എയർലൈൻസ് ആയത് കാരണം. ഇത്രയാണ് എയർലൈൻസിൽ നമുക്ക് തരാനുള്ള ടിപ്പ്. ഇനി അടുത്ത് പറയുന്നത് തായ്ലാൻഡിലെ സ്ഥലങ്ങളാണ്. തായ്ലാൻഡിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ പ്രസിദ്ധമായ 2 സ്ഥലങ്ങളാണ് ബാങ്കോക്ക്, പട്ടായ. ആദ്യമാരും പറയുമ്പോഴും ബാങ്കോക്ക് പട്ടായ തന്നെയാണ് പറയുക. ബാങ്കോക്ക് പട്ടായ നല്ലൊരു പ്രസിദ്ധമായ സ്ഥലം തന്നെയാണ് ബാങ്കോക്ക് പട്ടായ. അത് കൂടാതെ തായ്ലാൻഡിൽ വേറെയും സ്ഥലങ്ങളുണ്ട്. അതായത് സൗത്ത് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഫുക്കറ്റ്, ക്രാബി, ഫിഫി ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകളും കൂടി സൗത്ത് പാർട്ടിലുണ്ട്. പക്ഷേ ബാങ്കോക്കും ഫുക്കറ്റും തമ്മിൽ ഏകദേശം 600-700 കിലോമീറ്ററാണ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബസ് ജേണിയൊക്കെ ഏകദേശം ഒരു നൈറ്റ് ഫുൾ ജേണിയൊക്കെയാണ് ഫുക്കറ്റിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ശരിയായിരിക്കും നിങ്ങളുടെ തായ്ലാൻഡ് ട്രിപ്പ്. ചില ആൾക്കാർ ബാങ്കോക്ക്, പട്ടായ മാത്രം പോയിട്ട് തിരിച്ചു വരും. ചില ആൾക്കാർ ഫുക്കറ്റ് മാത്രം പോയിട്ട് തിരിച്ചു വരും. ചില ആൾക്കാർ ഫുക്കറ്റ്, ക്രാബിയും കണ്ടിട്ട് തിരിച്ചു വരും. ചിലവർ ഇതെല്ലാം കൂടി ഒരുമിച്ചെടുക്കും. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ദിവസങ്ങളും അത്രയും എമൗണ്ട് നിങ്ങൾക്ക് കയറി വരും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ ഒരു കൺവീനിയൻസ് ആയിട്ടിരിക്കും നിങ്ങൾക്ക് ഐറ്റിനറി ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പോയത് പറയാം. ഞാൻ പോയപ്പോൾ എന്തായാലും നമ്മൾ തായ്ലാൻഡിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇനി പെട്ടെന്നൊന്നും ഞാനൊരു രാജ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടേക്ക് പോയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത് എന്നാ വരിക എന്നുള്ളതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ തായ്ലാൻഡ് എക്സ്പ്ലോർ ചെയ്തത്. കാരണം ഞാൻ പോയത് ഫുക്കറ്റിലേക്കാണ്. ഫുക്കറ്റിൽ നിന്ന് ഫിഫി പോയിട്ട് ഫിഫി ഞാൻ ഫെറിയിലാണ് പോയത്. ഫെറി പോയിട്ട് അവിടെ നിന്ന് ഫെറി വഴി ഞാൻ ക്രാബി എത്തി. ക്രാബിയിൽ നിന്ന് ഞാൻ ഫ്ലൈറ്റ് വഴി ബാങ്കോക്കിൽ വന്നു. ബാങ്കോക്കിൽ ഞാൻ തിരിച്ചു വന്നു. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു തായ്ലാൻഡിൻ്റെ ഒരു ഐറ്റനറി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ ഒഴിവാക്കിയത് പട്ടായ മാത്രമായിരുന്നു. പട്ടായ എനിക്ക് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഐറ്റിനറി ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐറ്റിനറിക്ക് അനുസരിച്ച് വേണം നിങ്ങൾ ടിക്കറ്റും ബുക്ക് ചെയ്യാൻ. നിങ്ങൾ ബാങ്കോക്ക് മാത്രം വരികയാണെന്ന് വെച്ചാൽ ബാങ്കോക്കിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ബുക്ക് ചെയ്ത ഒരു പ്രശ്നമല്ല. അതല്ല നിങ്ങൾ ബാങ്കോക്കും ഫുക്കറ്റും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വരുന്നത് ബാങ്കോക്കിലേക്ക് എടുക്കുക, റിട്ടേൺ ടിക്കറ്റ് ഫുക്കറ്റിൽ നിന്ന് എടുക്കാം. ഇത് നേരെ റിവേഴ്സും ചെയ്യാം. അതായത് നിങ്ങൾ വരുന്നത് ഫുക്കറ്റ്, തിരിച്ചു പോകുന്നത് ബാങ്കോക്കിൽ നിന്ന്, അങ്ങനെയും എടുക്കാം. അപ്പോൾ ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ, അതായത് ബാങ്കോക്കിൻ്റെ അകത്ത് സഞ്ചരിക്കുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ വളരെ ചീപ്പാണ്. നിങ്ങൾക്ക് ഏകദേശം 2000 രൂപ, 2500, 3000 രൂപയ്ക്ക് വരുന്നുള്ളൂ നിങ്ങൾക്ക് ബാങ്കോക്കിൻ്റെ അകത്ത് സഞ്ചരിക്കാൻ വേണ്ടി. എയർ ഏഷ്യ തന്നെയുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാബി എയർപോർട്ടുണ്ട്, പട്ടായൽ എയർപോർട്ടുണ്ട്, ഫുക്കറ്റിൽ എയർപോർട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. അത് സമയലാഭത്തിന് വേണ്ടിയിട്ടാണ്. ബസ്സിൽ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിൽ നൈറ്റ് ബസ്സുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ബസ് അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് ഇൻസൈഡ് തായ്ലാൻഡ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യും. ഇനി തായ്ലാൻഡ് ഓരോ പ്ലേസുകളുടെ കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ലിങ്ക് ഉണ്ട്. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ പെട്ടെന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഞാൻ പോയ വഴി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാനുള്ള സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുക്കറ്റിലൊരു ബീച്ചുണ്ട്, പത്താം ബീച്ചുണ്ട്, പിന്നെ ബംഗ്ല സ്ട്രീറ്റ് ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അതുകൂടാതെ ഫുക്കറ്റിൽ ബിഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള ഫുക്കറ്റിലൊരു വലിയൊരു ബുദ്ധൻ്റെ ഒരു പ്രതിമയുണ്ട്. അതുകൂടാതെ വാത് ചലോങ് ടെമ്പിൾ, ഇതാണ് മെയിനായിട്ട് ഫുക്കറ്റിൽ കാണാനുള്ള. ഇതുകൂടാതെ ഓൾഡ് ഫുക്കറ്റ് ടൗണ്, ഫുക്കറ്റിലൊരു ഹില്ലുണ്ട്. അങ്ങനെ കുറച്ച് ഏരിയകൾ വേറെയും ഉണ്ട് ഫുക്കറ്റിൽ കാണാൻ. ഇത്രയാണ് മെയിനായിട്ട് ഫുക്കറ്റിൽ കാണാനുള്ളത്. ഇവിടുന്ന് ഈ ഫിഫി ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ ഫിഫി ഐലൻഡ് എന്ന് പറയുന്നത് ഫുക്കറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഫുക്കറ്റിൻ്റെ സൗത്ത് പാർട്ടിൽ നിന്ന് ഫെറിയിലാണ് നിങ്ങൾ ഫിഫിയിലേക്ക് പോകുന്നത്. ഫിഫിയിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് ഫുക്കറ്റിൽ വരാം, അല്ലെങ്കിൽ ഫിഫിയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ക്രാബി പോവാം. ഫിഫിയിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഫിഫി ഐലൻഡ് എന്താ പറയുക, ഈ മങ്കി ഐലൻഡ്, അതേപോലെ ജെയിംസ് ബോണ്ട് ഐലൻഡ്, ബാക്കിയുള്ള ഒരുപാട് ഐലൻഡുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഫിഫി ഐലൻഡ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എപ്പോഴും പറയുന്നില്ല, താഴെയുണ്ട് കാര്യങ്ങൾ. അതുകൂടാതെ ക്രാബിയിലാണെങ്കിൽ ഒരു നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്, ഏകദേശം ഒരു 40 ഡിഗ്രി ചൂടിൽ എപ്പോഴും വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോട്ട് സ്പ്രിങ് പൂൾ അവിടെയുണ്ട്.
അതുകൂടാതെ ഒരു 50 ഡിഗ്രി ചൂടിലുള്ള ഒരു എമറാൾഡ് പൂള് നമ്മുടെ ക്രാബിയിലുണ്ട്. അതുകൂടാതെ ടൈഗർ കേവ് ടെമ്പിൾ, ഏകദേശം ഒരു 1200 സ്റ്റെപ്പുകൾ കയറി പോകുന്ന ഒരു ടൈഗർ കേവ് ടെമ്പിൾ. ഇത്രയും പറയുന്നത്. പിന്നെ ക്രാബി വാക്കിംഗ് സ്ട്രീറ്റ്, ക്രാബി ടൗൺ, ഇങ്ങനെ പറയുന്ന കുറച്ച് സംഭവങ്ങൾ ക്രാബിയിൽ കാണാനുണ്ട് നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഡെസ്റ്റിനേഷനാണ് ബാങ്കോക്ക്. ബാങ്കോക്കാണ് മെയിനായിട്ട് കാണാനുള്ള എല്ലാ സ്ഥലങ്ങളും. അതായത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ഗ്രാൻഡ് പാലസ്, ബാക്കിയുള്ള കുറച്ച് വാത്പോ, അതേപോലെ മെട്രോ, സിറ്റിയിലെ ട്രെയിൻ എല്ലാം കാണാനുള്ളത് ബാങ്കോക്കിലാണ്. ഈ ബാങ്കോക്ക് എന്ന് കുറച്ച് ദൂരത്താണ് പട്ടായ. ഏകദേശം ഒരു 3 മണിക്കൂർ ജേണി ഉണ്ട് നമുക്ക് പട്ടായയിലേക്ക് പോകാൻ. ഒരു 100 ബാത്ത് 150 ബാത്ത് ടിക്കറ്റേ ഉള്ളൂ. ബസ്സിന് നിങ്ങൾക്ക് പട്ടായ പോയി വരാം. നിങ്ങൾ 2-3 ദിവസം പട്ടായ താമസിക്കുന്നതിൽ നിങ്ങൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് നിങ്ങൾക്ക് ബാങ്കോക്കിലേക്ക് ബസ് തന്നെ വരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് മാത്രമാണ് നിങ്ങൾ പട്ടായ പോകുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാമെങ്കിൽ ബാങ്കോക്കിൽ പോയിട്ട് ബാങ്കോക്കിൽ നിന്ന് ടൂർ ഏജൻറ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. അവിടെ നിന്ന് ഒരു ദിവസത്തേക്ക് നിങ്ങൾ പട്ടായ ടൂർ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ ഏർലി മോർണിംഗിൽ ഒരു പട്ടായ പോകുന്നു. പട്ടായ പോയിട്ട് 1-2 വാട്ടർ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്തിട്ട് ബീച്ചും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് സൂ ആഡ് ചെയ്യാം. സൂ ആഡ് ചെയ്തിട്ടുള്ള ടൈഗർ സൂ ആഡ് ചെയ്തിട്ടുള്ള പാക്കേജുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. ഇതൊക്കെ ഓപ്ഷൻസ് മാത്രമാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട. അതായത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതും ഇത്രയും എളുപ്പമുള്ള ഒരു രാജ്യം ആയതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇത്രയൊക്കെയാണ് ബാങ്കോക്കിലും പട്ടായയിലും ഒക്കെ ആയിട്ട് കാണാനുള്ളത്. പിന്നെ ബാങ്കോക്കിൽ എനിക്കൊരു എക്സ്ട്രാ ട്രിപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റും. ബാങ്കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ക്രൗഡഡ് സിറ്റിയാണ്. നിങ്ങൾക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സമയമെടുക്കുന്ന ഒരു സ്ഥലമാണ് ബാങ്കോക്ക്. അപ്പോൾ നിങ്ങളുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആവും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഏർലി പോവാം. അതേപോലെ വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കനാലുണ്ട്. അതായത് ബാങ്കോക്കിൽ സപാൻ താക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനുണ്ട്. ആ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഒരു ബോട്ട് സർവീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഞാൻ പോയ ബോട്ട് ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടാണ്. ആ ബോട്ടിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 200 ബാത്താണ് 1 ഡേ ടിക്കറ്റ്. 1 ഡേ 24 ഹവേഴ്സിൻ്റെ ടിക്കറ്റാണ്. പക്ഷേ 24 ഹവേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മോർണിംഗ് ടൈമിൽ മാത്രമേ ബോട്ടുള്ളൂ. അപ്പോൾ ഒരു 12 ഹവേഴ്സ് നമുക്ക് കിട്ടുള്ളൂ. രാവിലെ തന്നെ നിങ്ങൾ ബോട്ടിൽ കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഓരോ സ്റ്റോപ്പ് 6 സ്റ്റോപ്പ് 7 സ്റ്റോപ്പ് അങ്ങനെ ഈ ബോട്ടിനുണ്ട്. ഈ ഏത് സ്റ്റോപ്പിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം, എപ്പോൾ വേണമെങ്കിൽ തിരിച്ച് കയറാം. ഇതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ട്രാഫിക്കിലോ കാര്യങ്ങളോ ഒന്നും കുടുങ്ങില്ല. അപ്പോൾ നിങ്ങൾ മെട്രോൻ്റെ അടുത്താണ് താമസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെട്രോ കയറി നേരെ സപാൻ താക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ വരിക. മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് നിങ്ങൾ ഈ ബോട്ട് ഫോർ യു എന്ന് പറഞ്ഞ കമ്പനിയുടെ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാൻഡ് പാലസ്, അതേപോലെ ഗ്രാൻഡ് പാലസിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം കാണാം. വാത്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സ്പോട്ട് കാണാം. ബാങ്കോക്കിലെ വലിയൊരു ട്രേഡ് സെൻറ്ററിൽ ഇറങ്ങി നിങ്ങൾക്ക് പർച്ചേസോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു മാപ്പും ഒരു ബ്രൗഷറും തരാം. അതിൽ എന്തൊക്കെയാണ് കാണാനുള്ള സ്ഥലങ്ങളെല്ലാം ഈ 6 സ്പോട്ടിൽ നിർത്തുന്ന സ്പോട്ടിലും 6 സ്പോട്ടിലും ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ലാസ്റ്റ് ടൂറിസ്റ്റ് സ്റ്റേഷൻ വരെ കഴിഞ്ഞിട്ട് തിരിച്ച് നിങ്ങൾക്ക് ഈ ബോട്ട് തന്നെ സപാൻ താക്സിയിൽ വന്നിട്ട് തിരിച്ച് നിങ്ങളുടെ റൂമിലേക്ക് വരാം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ബാങ്കോക്ക് ടൗണിലെ മേജർ അട്രാക്ഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കൂടാതെ മേജർ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് പിന്നെ കാണാനുള്ളത്. പിന്നെ ഒരു ട്രെയിൻ സർവീസ്, ഒരു ഓൾഡ് ട്രെയിൻ സർവീസുമാണ് ബാങ്കോക്കിൽ കാണാനായിട്ട് ഉള്ളത്. ഇതുകൂടാതെ പല അതർ ആക്ടിവിറ്റീസും പബ്ബും ബാറുകളും കാര്യങ്ങളും എല്ലാം തായ്ലാൻഡിലെ പല ഏരിയകളിലും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബാങ്കോക്ക്. അത് പറയേണ്ട ഒരു കാര്യമാണ് സേഫ്റ്റിയുടെ ഒരു കാര്യം. നിങ്ങളൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് അത്രയും ഫ്രീഡാണ് ബാങ്കോക്കിൽ, അതായത് തായ്ലാൻഡിൽ ഫുള്ളായിട്ട് അത്രയും ഫ്രീഡാണ്. നിങ്ങൾക്ക് ഏത് പാതിരാത്രി നേരം എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാം. ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ചില്ലറ റോബറിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളത് കെയർ ചെയ്താൽ മതി. അതൊക്കെ പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇതേപോലെ, അതായത് ക്രാബിയിലും അതേപോലെ ഫുക്കറ്റിലും നമ്മുടെ പട്ടായയിലൊക്കെ നിങ്ങൾക്ക് റെൻ്റ് ബൈക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങളൊരു IDP പോകുമ്പോൾ ഒരു IDP എടുക്കുക. കാരണം എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ വന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. ആക്സിഡൻറ്റ് വരാത്തിടത്തോളം കാലം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു പൈസയ്ക്ക് നിങ്ങൾക്ക് 200 ബാത്തിനൊക്കെ നിങ്ങൾക്ക് ബൈക്ക് റെൻറ്റിന് കിട്ടും. അപ്പോൾ ബൈക്ക് റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ ബാങ്കോക്കിൽ ഞാൻ അധികം പ്രിഫർ ചെയ്യത്തില്ല. കാരണം
ബാങ്കോക്ക് ഇത്തിരി ക്രൗഡഡ് സിറ്റിയാണ്. പക്ഷേ ഫുക്കറ്റും ക്രാബി എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ബൈക്കിൽ സുഖമായിട്ട് കറങ്ങാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ IDP എടുക്കുക. IDP എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളോ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇൻ കേസ് ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങളുടെ ടൂറിനെയും ബാധിക്കും. അത് കഴിയുക. അപ്പോൾ ഒരു കെയർ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഓടിക്കുക. ഞാൻ ബൈക്ക് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ കെയർ ചെയ്തിട്ട് തന്നെ ഓടിച്ചത്. പക്ഷേ നമുക്കിപ്പോൾ ഫുക്കറ്റിൽ നിന്ന് എല്ലായിടത്തേക്കും ടാക്സി വിളിച്ച് പോകുന്നതിനും ചിലവ് കുറവ് നമുക്ക് ബൈക്കിൽ തന്നെയാണ്. കെയർ ചെയ്ത് ഓടിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പാസ്പോർട്ട് നിങ്ങളുടെ അവിടെ സറണ്ടർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ $100 അല്ലെങ്കിൽ $200 ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പനി പറയുന്ന രീതിയിൽ നിങ്ങൾ വയ്ക്കുക. കൂടുതലും റിവ്യൂസ് വായിച്ചിട്ട്, അതായത് ബൈക്ക് റെൻറ്റിൻ്റെ സ്ഥലങ്ങളുടെയൊക്കെ റിവ്യൂസ് വായിച്ചിട്ട് നിങ്ങൾ ബൈക്ക് റെൻറ്റിന് എടുക്കുക. ഇത്തിരി റിസ്ക് കൊണ്ട് ഇത്തിരി ഈസിയാണ് നമുക്ക് സ്ഥലങ്ങൾ കാണാൻ. അതുകൊണ്ട് റിവ്യൂസ് വായിച്ചിട്ട് ബൈക്ക് റെൻറ്റിൻ്റെ കടകൾ എടുക്കാം. ചില ഹോട്ടലുകളിൽ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഹോട്ടലുകൾ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ അവർ ബൈക്ക് റെൻറ്റിന് കൊടുക്കുന്ന കുറച്ച് ഹോട്ടലുകളും ഹോസ്റ്റലുകളുണ്ട്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന അടുത്ത് അങ്ങനത്തെ സംഭവമുണ്ട്, മാക്സിമം അവരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ബൈക്ക് റെൻറ്റിനെ കുറിച്ച് നമുക്ക് അവിടെ പറയാനുള്ള സേഫ്റ്റിയുടെ കാര്യങ്ങളെക്കുറിച്ചും പറയാനുള്ളത്. പിന്നത്തെ പോയിൻ്റാണ് ഹോട്ടൽസ് നിങ്ങൾക്ക് booking.com, അഗോഡ അങ്ങനെ പറഞ്ഞ സൈറ്റുകളിൽ റിവ്യൂസ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോട്ടൽ നമ്മൾക്ക് എടുക്കാം. നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്, ഇപ്പോൾ ഒരു ബാച്ചിലേഴ്സ് ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ ഹോസ്റ്റൽസ് കിട്ടും. നിങ്ങൾക്ക് ഒരു റൂമിൽ 5 പേര് 8 പേരൊക്കെ നിങ്ങൾക്ക് ഹോസ്റ്റൽ ബുക്ക് ചെയ്യാം. ഹോസ്റ്റൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം $5 $10 ഒരാൾക്ക് ഒരു ദിവസം താമസിക്കാൻ പറ്റും. ആ ഒരു റേഞ്ചിലെ ഹോട്ടലുകളിലോ, അതായത് ഒരു നോർമൽ 3 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 700 ബാത്ത്, 600 ബാത്ത്, 800 ബാത്ത് ആ റേഞ്ചിലൊക്കെയുള്ള ഹോട്ടലുകളാണ് കൂടുതലും വരുന്നത്. ഹോസ്റ്റൽസൊക്കെ ആകുമ്പോൾ നമുക്കൊരു 200 ബാത്ത്, 250 ബാത്ത്, അങ്ങനെ ആ റേഞ്ചിൽ ഓരോ ഹോസ്റ്റൽസിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, അതും ഗൂഗിൾസ് റിവ്യൂസ് വായിച്ച് booking.comസിനൊക്കെ ഒരു 9 പോയിൻ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു 8 ഒക്കെ ഉള്ള റേഞ്ചിലുള്ള ഹോസ്റ്റൽസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹോസ്റ്റൽസ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഹോട്ടലാണെങ്കിൽ റിവ്യൂസ് വായിച്ചിട്ട് നിങ്ങളുടെ ഹോട്ടൽ എടുക്കാം. ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് അവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഏത് ഹോട്ടൽ എടുക്കണമെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. അതിൻ്റെ ഗൂഗിൾ റിവ്യൂസ് വായിച്ചിട്ട് നിങ്ങൾ ഹോട്ടൽ എടുക്കുക. വില നിലവാരം ഈ ഒരു റേഞ്ചിലാണ്. അതായത് നമ്മളൊരു 3 സ്റ്റാറൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു 700 ബാത്ത്, 600 ബാത്ത് ആ റേഞ്ച് തൊട്ടുണ്ടാവും. 700 ബാത്ത് ഒരു സ്റ്റാൻഡേർഡൊക്കെ ആണെന്ന് വെച്ചാൽ ഒരു 1000 ബാത്ത്, 1200 ബാത്തൊക്കെ ആകുമ്പോൾ ഒരു 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു റൂം നിങ്ങൾക്ക് കിട്ടും. ഒരു 600 ബാത്ത് തൊട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂമുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് തായ്ലാൻഡ് കംപ്ലീറ്റ്. പിന്നെ തായ്ലാൻഡിലേക്ക് പറ്റി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ ഒരു 50% ആൾക്കാരും തായ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഒന്ന് നെറ്റി ചുളിച്ച് അല്ലെങ്കിൽ ഒരു ചിരിയോട് കൂടിയിട്ടൊക്കെയാണ് കാണാം. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ലോകത്തിലെ ഇത്രയും ടൂറിസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു രാജ്യം വേറെ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ഫ്രീഡാണ്. ടൂറിസ്റ്റാണ് ആ രാജ്യത്തിൻ്റെ മെയിൻ അസറ്റ്. അതുകൊണ്ട് തായ്ലാൻഡ് ആ രീതിയിൽ നിങ്ങൾ കാണണ്ട. അത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും ആ ഒരു രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ണിലൊരിക്കലും തായ്ലാൻഡിൽ നിങ്ങൾ കാണും. പിന്നെ തായ്ലാൻഡിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ചിരിയോടുകൂടി വേണം പറയാം. കാരണം മിക്ക മലയാളികളും, ഒരു 50% മലയാളികളും തായ്ലാൻഡിലേക്കാണ് നിങ്ങൾ ട്രിപ്പ് പോകുന്ന പറയുമ്പോൾ ഒന്ന് നെറ്റിച്ച് വിളിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് കാണാം. കാരണം നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തായ്ലാൻഡിൽ നടത്തും. കാരണം നിങ്ങൾക്കൊരു കടുവയുടെ അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ കടുവയുടെ അടുത്ത് നിങ്ങൾക്ക് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കേസല്ല. ഇന്ത്യയിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. നിങ്ങൾക്ക് കടുവയ്ക്ക് പാല് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. മുതലയുടെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൊക്കഡൈലിൻ്റെ കൂടെ നിങ്ങൾക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതേപോലെ അഡ്വഞ്ചറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തായ്ലാൻഡിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഒരു വലിയ പാമ്പിനെ നിങ്ങൾക്ക് കയ്യിലെടുക്കണം എന്നുണ്ടെങ്കിൽ പറ്റും. അതേപോലെ പല പല അട്രാക്ഷൻസ് നിങ്ങൾക്ക്, അഡ്വഞ്ചർ അട്രാക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് തായ്ലാൻഡ്. അതേപോലെ സീയിൽ, അതേപോലെ എന്താ പറയുക, കടലിൽ ഉള്ള സ്കൂബ ഡൈവിങ്സ് ആയാലും അതേപോലെ പാരാഗ്ലൈഡിങ് ആയാലും കാര്യങ്ങൾ എല്ലാത്തിനുള്ള ഓപ്ഷൻസാണ് തായ്ലാൻഡ് തുറന്നു വെച്ചിരിക്കുന്നത്. അതായത് എങ്ങനെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യണം, എങ്ങനെ ടൂറിസം കൊണ്ട് ജീവിക്കണം എന്ന് നമ്മൾ തായ്ലാൻഡിനെ കണ്ടു പഠിക്കണം. അതുകൊണ്ട് നമ്മൾ നെറ്റി ചുളിക്കുകയല്ല വേണ്ടത്, തായ്ലാൻഡിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിലാണ്. എല്ലാ കൺട്രികളിലും ഒരു
നല്ല വശമുണ്ടാവും, ഒരു മോശം വശമുണ്ടാവും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ തായ്ലാൻഡിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു നെറ്റ് ചുളിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു രാജ്യമാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ പോകാം, ബാച്ചിലേഴ്സ് ആയിട്ടാണ് വേണമെങ്കിൽ ബാച്ചിലേഴ്സ് ആയിട്ട് പോകാം. ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് ഒരു പേടിക്കാനോ ഇല്ല, ഒരു നിങ്ങൾക്ക് സേഫ്റ്റിയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു രാജ്യമാണ് തായ്ലാൻഡ്. ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ. ഈ കൊറോണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും തായ്ലാൻഡ് ഓപ്പൺ ആകും. കാരണം അവർക്ക് ടൂറിസം ഇല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അവർക്ക് വേറെ അങ്ങനെ റിസോഴ്സസോ കാര്യങ്ങളോ കൃഷിയുണ്ട് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ടൂറിസം ആണ് അവരെ മെയിൻ ഒരു വരുമാനം. അപ്പോൾ അതുകൊണ്ട് അതില്ലാതെ അവർക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വീണ്ടും കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞിരുന്ന കുറച്ചൊക്കെ ചിലപ്പോൾ ഭാവിയിലൊക്കെ നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന പോലെ യെല്ലോ ഫീവറിൻ്റെ ഒരു വാക്സിനേഷൻ ഉള്ളതുപോലെ ചിലപ്പോൾ കൊറോണയ്ക്ക് ഒരു വാക്സിനേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറോണ വാക്സിനേഷൻ്റെ പേപ്പറും കൊണ്ടൊക്കെ നമ്മൾ ഈ ഭാവിയിൽ ട്രാവൽ ചെയ്യേണ്ടി വരും. അതൊക്കെ നമുക്ക് അടുത്ത ഓപ്ഷൻസാണ്. അതൊന്നും നമുക്ക് പിന്നെ ചിന്തിക്കാം. അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ അടുത്തത് ഓപ്പൺ ആകുമ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ടിപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾ യാത്ര ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ടിപ്പുകളും കാര്യങ്ങളും കണ്ട് തായ്ലാൻഡിലേക്ക് ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കാട്ടി കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. ഞാൻ നടത്തിയ വിദേശ രാജ്യങ്ങളിലെ ഇങ്ങനെ കുറച്ച് ടിപ്പുകളും കാര്യങ്ങളായിട്ട് ഇതേപോലെ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.